ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ പത്തിരിയുടെ മാവൊക്കെ കുഴച്ചിട്ട് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉരുള എടുത്തിട്ട് ഇങ്ങനെ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തതിന് ശേഷം പൊടി തട്ടിയെടുക്കുകയാണ്. അങ്ങനെ കേസ് പത്തിരിയൊക്കെ പ്രസ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ പത്തിരി ചൂടാണ്. അപ്പോൾ ഇതാ അടുപ്പത്ത് തന്നെ വെച്ചിട്ടാണ് ചൂടുന്നത്. പത്തിരിൻ്റെ വലിയ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ ഇതാ പത്തിരി ഇതാ ചുട്ടതായിട്ടുണ്ട്, കുറച്ച് ചൂടാനുണ്ട്. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ചിട്ട് വെച്ചതാണ് കേട്ടോ, തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ്. പിന്നെ ഇതാ അത്താഴത്തിനുള്ള മീൻ കറിയാണ്. അത് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പത്ത്. പിന്നെ ഒരടുപ്പത്ത് ഇതാ അത്താഴത്തിനുള്ള തന്നെ ചോറ് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ വീട്ടിൽ നോമ്പായാലും എല്ലാ ദിവസവും ചീരാക്കഞ്ഞി വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇതാ ചീരാക്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കി വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബീഫിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബീഫ് വേവിച്ചതൊന്ന് ഉടച്ചിട്ട് ഒന്ന് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്തതിന് ശേഷം പിന്നെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി അടുത്ത് തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലും, നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കാൻ വെച്ച നേരം മുളക് ബജിക്കുള്ള മുളകൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് സുർക്ക, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സാക്കി വെച്ചാൽ അതിൻ്റെ എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ തരിക്കഞ്ഞിക്കുള്ള പാലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ പഞ്ചസാരൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അത് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് തന്നെ അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റവ ഇട്ട് കൊടുത്തത് റവ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ തരിക്കഞ്ഞി അവിടെ ആവുന്ന സമയം കൊണ്ട് നമ്മൾ മുളക് ബജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പൊടിയും മൈദയും അതുപോലെ കുറച്ച് കടലമാവ്, കായപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സവാളൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതുകൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. വല്ലാതെ ലൂസ് ആവത്, വല്ലാതെ കട്ടിയാവത്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അണ്ടി മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തൊഴിച്ച് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മസാല, അതിലേക്ക് കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് എല്ലാം നമ്മൾ അതേ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് നമ്മൾ ആദ്യം മുളക് ബജി ഉണ്ടാക്കി എടുക്കുകയാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ ക്രംസൊക്കെ അതിൽ വീണിട്ട് പിന്നെ മുളക് ബജി ഉണ്ടാക്കി എടുക്കുമ്പോൾ വൃത്തി കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് ബജി ഉണ്ടാക്കിയെടുത്ത് പിന്നീട് ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോഴത്തേനും. അപ്പോൾ അത് ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചുടുവെള്ളത്തിൽ രാവിലെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈത്തപ്പഴം അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട്, വെള്ളം തീരെ ചേർത്തിട്ടില്ല കേട്ടോ, വെറും പാലും ഈത്തപ്പഴം മാത്രം കൂടി ഇട്ടടിക്കുന്നതാണ്. മധുരത്തിന് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, നല്ല മധുരമുള്ള ഈത്തപ്പഴം തന്നെയാണ്. അങ്ങനെ അതാ കുറച്ച് ഐസ് ക്യൂബ്സ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ജഗ്ഗിലേക്ക്. പിന്നെ അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്.
അപ്പോൾ ഗൈസ് ജ്യൂസ് റെഡിയായി, മുളക് ബജി റെഡിയായി, പിന്നെ അതാ കട്ട്ലേറ്റും കൂടിയും ഫ്രൈ ആക്കി എടുക്കാണ്ട് അതും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ടേബിൾ മേക്ക് കൊണ്ടുവെക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കാണ്. കാരണം എല്ലാവർക്കും എത്തുന്ന വലിയ പാത്രത്തിൽ കൊണ്ടുവച്ചാൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് എത്തൂല. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി ഒക്കെ കൊണ്ടുവച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.